ഇനി നമ്മൾ എക്സലിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതിൻ്റെ യൂണിറ്റ് ഉണ്ട്. അപ്പം ഈ ഐറ്റംസ് എല്ലാം കിലോഗ്രാമിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ സമ്മാണ് കാണേണ്ടത്. ഇസ് ഈക്വൽ ടു സം എന്ന് പറഞ്ഞിട്ട് ഞാൻ റേഞ്ച് മൊത്തം സെലക്ട് ചെയ്തു. എൻ്റർ അടിക്കുമ്പോൾ എന്താ പറ്റുന്നത്? അതിൻ്റെ സം എൻ്റർ ആയി വരുന്നില്ല, അതിൽ സം വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കെ ജിന്ന് ഓൾറെഡി എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടത് ഇതിനെ ഫോർമാറ്റ് ചെയ്യണം. ആ ഒരു ഏരിയ ഫോർമാറ്റ് ചെയ്യണം. കൺട്രോൾ 1 ക്ലിക്ക് ചെയ്യുന്നു. നമ്പേഴ്സിൻ്റെ അവിടെ, കസ്റ്റമിൻ്റെ അവിടെ, ജനറലിനകത്ത് ഇവിടെ കൊട്ടേഷനിൽ കെ ജിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ അവിടെ ഓരോ പ്രോഡക്റ്റിൻ്റെയും യൂണിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 45 എന്ന് എഴുതുമ്പോൾ തന്നെ കെ ജിന്ന് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കെ ജിന്ന് ഓൾറെഡി വരും. നമ്മൾ കെ ജി എഴുതേണ്ട കാര്യമില്ല, നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. ഇനി നമ്മൾ ടോട്ടൽ കാണുന്നു. ഇസ് ഈക്വൽ ടു സം, ഏരിയ മൊത്തം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലോസ് ബ്രാക്കറ്റ്, എൻ്റർ. നമ്മുടെ ആൻസർ കിട്ടി.